ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്സ്. അപ്പോൾ നിങ്ങൾ തമിഴിലെ കണ്ടിട്ട് വിചാരിച്ചിട്ടുണ്ടാവും എന്താണ് സംഭവം അല്ലേ? അത് തന്നെയാണ് സംഭവം. നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു കുട്ടി ഉണ്ട്. അപ്പോൾ ഇയാളുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു ഒന്ന് രണ്ട് ആഴ്ചയായി നമ്മുടെ കൂടെ. കുറച്ചൊരു വലുതായിട്ടുണ്ട്, ഒരു മാസം പ്രായമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര ഉഷാറാണ് ആള്. പിന്നെന്താ, ഫുഡൊക്കെ നമ്മൾ സിറിഞ്ചിലാണ് കൊടുക്കുന്നത്. അപ്പോൾ കാര്യത്തൊന്നും അല്ല കേട്ടോ, ഇതിനെ പറ്റി നല്ല പറയുന്നത്. സംഭവം ശരിയാണ്, വി ആർ പ്രഗ്നന്റ്. കുറെ കാലങ്ങളായിട്ട് പലരുടെയും ചോദ്യമാണ്, കല്യാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് ഇതുവരെ നിങ്ങൾ പിള്ളേരില്ലേ നിങ്ങൾ നോക്കുന്നില്ലേ, നിങ്ങളുടെ റൈഡും കാര്യങ്ങളും മാത്രമുള്ളൂ, അങ്ങനല്ലേ? നമ്മുടെ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ എല്ലാവർക്കും പിള്ളേര് വെക്കേണ്ട അങ്ങനത്തെ ഒരു ഫാമിലി നമ്മളതിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ. അപ്പൊ പരാതി തീർത്തു. ഇതും പ്ലാൻഡ് അല്ലായിരുന്നു, ഞങ്ങൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി എന്നായിരുന്നു ആഗ്രഹം. ഞങ്ങള് എന്തായാലും ഒരു 4 years ആയി. ഇപ്പൊ അത്യാവശ്യം നമ്മുടെ ലൈഫ് കഴിഞ്ഞിട്ട് വേണം കുട്ടികൾ നോക്കാനുള്ള പിള്ളേരായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ലൈഫാണ്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇത്ര നാളുടെ ജീവിതമൊക്കെ ആകെ മാറും. അപ്പൊ അതിനു മുന്നേ നമ്മൾ ജീവിച്ചെന്നുള്ളൊരു ഇത് വേണ്ടേ, നമ്മൾ മാത്രമായിട്ട്. അപ്പൊ ഞങ്ങൾ കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചായിരുന്നു സമയം. ഇയാള് ഭയങ്കര കളിപ്പാട്ടോ അവിടെ നിന്നിട്ട് മൈൻഡ് ചെയ്യാത്തോണ്ട്. ഇനി ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 4 മാസം ആയിട്ടുണ്ട്. ഏകദേശം 3 മാസം കംപ്ലീറ്റ് ആയി, 4ലേക്ക് കടന്നു. അപ്പോൾ അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കാന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ഇരുന്നത് കേട്ടോ. പക്ഷെ വീഡിയോസിൽ കമന്റ് വന്നു തുടങ്ങി. അതെ, വീഡിയോസിൽ കമന്റ് വന്നു തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഇനിയും വെച്ചോണ്ടിരുന്നൊരു കാര്യം. നമുക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. പിന്നെ കുറെ മെസ്സേജ് ചേച്ചി മൺസൂൺ ആയിട്ട് റൈഡ് പോകുന്നില്ലേ, നിങ്ങൾ മാത്രം എന്താ റൈഡ് പോകാത്തെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു ഒരുപാട് കമന്റ്സ് ആണ് കേട്ടോ. ബൈക്ക് കൊടുത്തോ, ബൈക്ക് കയ്യിലില്ലേ? നമ്മള് ഫുള്ള് ഇപ്പൊ കാറിലേക്കായി. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഇവർക്ക് എന്താ ബൈക്കിനുള്ള മൈൻഡ് പോയോ, കാറിലേക്ക് ആയത് അതുകൊണ്ടാണ്. അപ്പൊ ഇനിയിപ്പോ ഈഗിളിനെ കൊണ്ട് അങ്ങനെ റൈഡൊന്നും പോകാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഞാൻ വിടുന്നില്ല. ഒറ്റയ്ക്ക് ഞാൻ പോകും. പക്ഷെ ഇത് കലിപ്പ് കൊണ്ടിട്ടില്ല. ഇവിടെ മുന്നോട്ടിരിക്കണോ നീ? എന്താ അതിനോറങ്ങണ സമയം കൂട്ടിയ ചെറുക്ക് ഇനി അവിടെ കയറി പോക്കോളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇത് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ അറിയിക്കുന്ന ഒരു സർപ്രൈസ് വ്ലോഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആരും വിചാരിക്കുന്നില്ല. ഫ്രണ്ട്സ് ആയാലും നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ ഇപ്പോഴൊന്നും നോക്കുന്നില്ല, കുറച്ചൊക്കെ കഴിഞ്ഞിട്ടേ നോക്കുന്നുള്ളൂ പറഞ്ഞിട്ട് എല്ലാവർക്കും ഞങ്ങൾക്കും അതെ. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ശേഷം നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഹാപ്പിയാണ്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണ്. അത് ഞങ്ങൾക്കൊരു ഞെട്ടലായിരുന്നു. ഞാനിങ്ങനെ മഴക്കാലം വരുമ്പോ പോകാനുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റും എവിടെയൊക്കെ റൂം റിസോർട്ട് ഒക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു. എല്ലാം സെറ്റാക്കി വെച്ചായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇതും എന്തായാലും വേണ്ടതാണ്. എന്തായാലും ഞങ്ങൾ ആലോചിച്ച് ഇനിയിപ്പോ 1-2 വർഷം കൊണ്ട് തന്നെ നമുക്ക് നോക്കണം. അപ്പൊ പിന്നെന്താ, കുഴപ്പമില്ല, എന്തായാലും വേണ്ടതാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു മൈൻഡില് നമ്മൾ തന്നെ അറിഞ്ഞ എപ്പോഴാണ് 2 മാസം ആവാറായപ്പോഴാണ് നമ്മൾ തന്നെ ഈ കാര്യം അറിയുന്നത്. ആ ഫസ്റ്റ് മന്തിൽ ഫുള്ള് നമ്മൾ ട്രിപ്പിലായിരുന്നു. നമ്മൾ വാഗമണ്ണൊക്കെ കയറി സണ്ടൊക്കെ ഇട്ട് ആ ടെന്റ് സ്റ്റേ കാര്യങ്ങൾ അടിച്ച് ആ ഒരു മാസം നമ്മൾ എവിടേക്കാ പോയത്? പോവാത്ത സ്ഥലങ്ങളില്ല. വാഗമൺ, പിന്നെ ട്രിവാൻഡ്രം വരെ പോയി, നമ്മള് കോയമ്പത്തൂര് പോയി, എവിടെയൊക്കെ പോയി, പൂനെ പോയി. എല്ലായിടത്തും പോയപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞത് കുറച്ചായി. പക്ഷെ എന്നാലും നമ്മള് കുറച്ച് ഒരു 1-2 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ റിവീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇനി റിവീൽ ചെയ്യേണ്ടി വെച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മനസ്സിലാവും, വീഡിയോസിലൊക്കെ വയറ് മനസ്സിലാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ ഇനിയുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിക്കോട്ടെ. നിങ്ങൾക്ക് ട്രാവൽ കണ്ടന്റ് ഇങ്ങനത്തെ കണ്ടന്റ്സ് ആയിരിക്കും ഇനി ഇടാൻ പോവാണ്. ഇതിന്റെ ഭാഗമായിട്ട് ചെറിയ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു റിവീൽ ചെയ്യണതും, നല്ല ഫോട്ടോ ക്യാമറമാനൊക്കെ വെച്ച് എടുപ്പിച്ച് റിവീൽ ചെയ്യണം. നമ്മുടെ ലൈഫിലെ കുറച്ച് ഹാപ്പി മൊമെന്റ്സ് അല്ലേ, അപ്പൊ അതൊക്കെ നല്ല സെറ്റപ്പ് ആക്കി എടുക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി കാലിക്കറ്റ് ആണ് നിന്നിരുന്നത്. നമ്മൾ കോഴിക്കോട് നിന്ന് വെക്കേറ്റ് ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോ കോഴിക്കോട് നിന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വയനാട്ടിലോട്ട് വന്നു. കാരണം 3ാമത്തെ മാസമൊക്കെ ആയപ്പോഴേക്ക് ഫുള്ള് വൈകാണ്ടായി, ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണമായി, ആവശ്യതയപ്പോ പിന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലെന്നായപ്പോ ഞങ്ങൾ പോകും. പിന്നെ എന്തായാലും ട്രിപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ വീട്ടിലായിരിക്കുമ്പോ നമുക്ക് എന്താ പറയാ, ഫുൾ ടൈം ഫുഡ് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഒരാളുടെ കെയർ, വയ്യാണ്ട് കിടന്നാലും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടക്കും. കോഴിക്കോട് ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ 2 മാത്രമായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്.
അവിടുത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ വെക്കേറ്റ് ചെയ്ത് എല്ലാ സാധനങ്ങളും വണ്ടി കയറ്റി ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് ഇപ്പൊ ഇവിടെ 2 ഫ്രിഡ്ജ് ഒരു വല്ലാത്ത അവസ്ഥ. ഇവിടെ ഇപ്പൊ 2 ഫ്രിഡ്ജ് 2 മിക്സി സാധനങ്ങളൊന്നും വെക്കാൻ സ്ഥലം അവിടെ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പൊ പണിയായിരുന്നു. ഇവിടെ അടുക്കി പെറുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ഒതുക്കിയിട്ട് ഇപ്പോഴും ഒതുക്കി തീർന്നിട്ടില്ല. അത്രമാത്രം സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടുന്ന് കൊണ്ടുവന്നത്. കൂടുതൽ നമ്മുടെ റൈഡിങ് ജാക്കറ്റ് അത് ഗിയേഴ്സ് ഒക്കെ ഒരു ലോഡ് എവിടേക്കോ വച്ചൊക്കെയാണ്. എന്റെ ജാക്കറ്റ് ഹെൽമെറ്റ് ഒക്കെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചേക്കെ. ഇനി 1-2 വർഷം കഴിയുന്നുണ്ട്. പുതിയ ബൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇനിയിപ്പോ ബൈക്കില് അങ്ങനെ കറക്കം കുറഞ്ഞു. എന്റെ തീർന്നു. ഇനി എപ്പോഴാണ്? പക്ഷെ ഇത് വേറൊരു ഹാപ്പിനെസ് അല്ലേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് അയ്യോ ദൈവം എന്റെ റൈഡ് കാര്യങ്ങളൊക്കെ ഇതായി. പിന്നെ ഇതിലേക്ക് ആയപ്പോ നമ്മള് വേറൊരു മൈൻഡായി. ഫാമിലി ഫാമിലി റൈഡ് ആയിരിക്കും. ഇത്ര നാളും നമ്മള് സനലിന്റെ സച്ചിന്റെയും കൂടെ ഒക്കെ ഫാമിലി ട്രിപ്പ് പോകുമ്പോ അവര് പിള്ളേരൊക്കെ പിടിച്ചിരിക്കുന്നത് ഞങ്ങള് മാറിയിരിക്കുന്നു. നമുക്ക് പിള്ളേരൊന്നുമില്ല, നമ്മള് ഓടി നടക്കുന്നു, ചാടി നടക്കുന്നു. ഇങ്ങനെയൊക്കെ മാറിട്ടോ. പിന്നെ മറ്റൊരു റീസൺ വയനാട്ടിലേക്ക് വന്നതെന്ന് വെച്ചാൽ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നല്ല ഗൈനൊക്കെ ഉണ്ട്, പിന്നെ നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇവിടെ ആയതുകൊണ്ട് ചെക്കപ്പിന് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് തന്നെ ഭയങ്കര ടാസ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ ആകുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി നമുക്ക് 1-2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാറി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം. അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീട്ടിലാണ്. ഇപ്പോൾ വീട്ടിൽ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ഇവിടെ സ്നാക്സ് അത് ഇത് എല്ലാ സംഭവങ്ങളും റെസ്റ്റ് എടുക്കാം. പിന്നെ വയനാട്ടിലെ ക്ലൈമറ്റ് അടിപൊളിയാട്ടോ. കോഴിക്കോടായിരുന്നു നല്ല ചൂടായിരുന്നു. ഇപ്പൊ മഴയും കൂടി ആയപ്പോൾ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്ക് ചോട്ടുവിനെ കിട്ടിയത്. അവള് വന്നുകൊണ്ട് ഇപ്പൊ നേരം പോണത് കുഴപ്പമില്ല. നമ്മുടെ പെറ്റിനിട്ട പേരെന്ന് വെച്ചാൽ ചോട്ടു. അപ്പൊ അങ്ങനെ പുള്ളിക്കാരത്തി ഉള്ളതുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് ഫുഡ് കൊടുക്കുന്നു, പുള്ളിക്കാരത്തിന്റെ മെനു. നല്ല രസമാണ്. ആക്ച്വലി എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെറ്റിന്. വീട്ടിൽ പണ്ട് പൂച്ച ഇതൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വരുന്നു, ഫുഡ് കൊടുക്കുന്നു, പോകുന്നല്ലാണ്ട് സ്വന്തമായിട്ടൊരു പെറ്റിന്. അത് കുഞ്ഞിലെ എനിക്ക് ശരിക്കും ഇതിനൊക്കെ ഭയങ്കര പേടിയാണ്. കുഞ്ഞിലേ കിട്ടിയത് കൊണ്ട് നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയതിനായിട്ട്. ഇങ്ങനത്തെ പെറ്റ്സിനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ പേജ് താഴെ കൊടുക്കാം. മിസ്റ്റർ ഫാം എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് തഞ്ചാവൂരിൽ നിന്ന് അവർ അയച്ചു തന്ന കിളിയാണിത്. അപ്പോൾ ഇത് ഭയങ്കര രസമാട്ടോ. ഇതിനെ ചെറുപ്പത്തിലെടുത്ത് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഗുണം. നമ്മളിപ്പോൾ പെറ്റ് ഷോപ്പിൽ പോയിട്ട് ഒരെണ്ണത്തിന് മേടിക്കുകയാണെങ്കിൽ ഇത്ര അറ്റാച്ച്മെന്റ് കിട്ടില്ല. അപ്പോൾ ഇപ്പോഴേ ചെറുപ്പത്തിലെടുത്ത് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആട്ടോ. പുള്ളിക്കാരൻ ഭയങ്കര പേടിയൊന്നുമില്ല, അങ്ങനെ ആരെടുത്തും പോകും, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പൊ നാളെ നമ്മള് ഫോട്ടോഷൂട്ട് സെറ്റ് ചെയ്തിട്ടില്ലേ? നമ്മൾ നാളെ രാവിലെ നേരത്തെ പോകണം. ഇവിടെ ബത്തേരിയുള്ള വെഡ് വ്യൂ ആർട്സ് എന്ന് പറഞ്ഞ ടീമാട്ടോ. ആ ടീമാണ് നമ്മുടെ ഷൂട്ട് ചെയ്യുന്നത്. നല്ല രസമുണ്ട്, നല്ല കിടിലൻ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ മനസ്സിലാവും. പിന്നെ എന്റെ ഫോട്ടോഷൂട്ടുള്ള കോസ്റ്റ്യൂം നിൽക്കുന്നത് അഫ്രാസ് ബൊട്ടിക് എന്ന് പറഞ്ഞതാണ്. അതിന് മുന്നേ എനിക്കൊരു ഡ്രസ്സ് ചെയ്ത് തന്നിരുന്നു. നമ്മുടെ ഡി വ്ലോഗ്സിന്റെ റിസപ്ഷൻ ഇട്ടൊരു ബ്ലൂ ഫ്രോക്ക്. അത് കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്രാവശ്യം അയച്ചു നിൽക്കുന്ന ഒരു ബ്ലാക്ക് ഫ്രോക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറിൽ കിഡിലായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഡ്രസ്സ് ഇട്ടിട്ട് ഭംഗിയില്ലേ? എനിക്ക് എന്തിട്ടാലും അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമന്റ്സിൽ അറിയിക്കുക. കാരണം ഇനി കൂടുതലും ഇങ്ങനത്തെ വ്ലോഗ് ആയിരിക്കും. എല്ലാരും പ്രാർത്ഥിക്കുക എല്ലാം ഓക്കെ ആയിട്ട് വരാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ കുട്ടികളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടേതായ ഒരു വർഷവും 2 വർഷമൊക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞ അപ്പൊ തന്നെ ആവുമ്പോ നമുക്ക് പിന്നെ ഒരു നമ്മുടെ മാത്രമായിട്ട് ഒരു ലൈഫില്ല. കൊച്ചുങ്ങളെ പലരും ഞങ്ങളോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളോട് ഇങ്ങനെ പരിഭവം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കുട്ടിയായപ്പോ ഞങ്ങളുടേതായ ഒരു ഇത് കിട്ടിയില്ല, എവിടെ പോകാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞ ഒരു പല സ്ഥലങ്ങളില് ഹണിമൂൺ അങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മിക്കവർക്കും ട്രിപ്പ് പോകാനും കാര്യങ്ങൾക്കൊക്കെ ആഗ്രഹമായിരുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രിപ്പ് പോകാൻ. മെയിൻ ആയിട്ട് കഴിഞ്ഞ വർഷമല്ലേ പോകാൻ പറ്റി. അതെന്തോ ഭാഗ്യം. അത് ഇതിന്റെ ഇടയ്ക്കായിരുന്നു, അത് നടക്കൂലായിരുന്നു കേട്ടോ. അത് പിന്നെ നമുക്ക് ഈ കുട്ടിയൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ അവരൊരു സ്റ്റേജിൽ എത്തണം. അത് വരെ നമുക്ക് മാറ്റി നിർത്തി അങ്ങനെ പോകാൻ പറ്റില്ല. നമ്മളുടെ ആ ഒരു കെയറും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് എന്തായാലും. പക്ഷെ ഇത് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോ നിങ്ങൾ ഇപ്പോഴേ നോക്കിയാലേ കുട്ടിയാവുള്ളൂ, കല്യാണം കഴിഞ്ഞ പാടെ കുട്ടിയെ നോക്കണം, അങ്ങനത്തെ ഒരു ടോക്ക് വരുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മളത് ആദ്യം ചെക്ക് ചെയ്ത് നമ്മുടെ ഏജും കൂടി കുറച്ച് നോക്കുക, നമ്മുടെ ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ഞങ്ങൾ 4 വർഷം അടിച്ചു പൊളിച്ച് ഇനി ബാക്കി കുട്ടികൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെയും സെറ്റ് ആണ്. എന്തായാലും വേണ്ട. ഗായ്സ് അങ്ങനെ നമ്മള് ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സെറ്റല്ലേ? അപ്പോൾ വണ്ടി അവിടെ നിർത്തി. ബാക്കി ഓഫ് റോഡ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റില്ല. അവിടെ വരുമ്പോൾ തന്നെ ചെറുതായിട്ട് അടി വരെയുണ്ട്. അപ്പോൾ ഇതാ ലൊക്കേഷൻ, മഞ്ഞപ്പാറ കേട്ടോ ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ പോയിട്ട് കുറച്ച് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാക്കിയെല്ലാം കാണിച്ചു തരാം, അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ നമ്മുടെ ലൊക്കേഷൻ. നൈസാണ്, മഞ്ഞപ്പാറ കോറി. ഇതാണ് നമ്മുടെ ക്യാമറ ടീം കേട്ടോ. ബ്രോയുടെ പേര്? അനീഷ്.
ബ്രോൻ്റെയാ മുസമ്മിൽട്ടാ. ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. ഇങ്ങനത്തെ ഷോട്ട് കാര്യങ്ങൾക്കൊക്കെ കോൺടാക്ട് ചെയ്യാം അല്ലേ. വെയിൽ പോകാൻ വേണ്ടി നോക്കിക്കുക കേട്ടോ. വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കാണ്. അപ്പോൾ വെയിലിങ്ങനെ കുറയുമ്പോൾ അപ്പം ചാടിക്കരെടുക്കും. നല്ല സ്പോട്ടാട്ടോ ഇത്. ഒരുപാട് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ അടിപൊളി സ്പോട്ടാണ്. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞതേ നമ്മൾ നടന്നുകൊണ്ടിരിക്കട്ടെ തിരിച്ച്. അതെ, ഇവരുടെ നല്ല ഫോട്ടോഗ്രാഫിങ് പേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം. വിശക്കുണ്ട്, നല്ല വിശക്കുണ്ട്. നല്ല വെയിൽ, ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരും. പിന്നെ കാർമേഘം ഉള്ളതുകൊണ്ട് ഓരോ മേഘത്തിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മേഘം വന്ന് മൂടുമ്പോൾ അപ്പം ഫോട്ടോ എടുക്കും. സെറ്റ് ഇവിടെ കേട്ടോ വെച്ചേ. ഇവിടം വരെ മേലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വെച്ച് ഇനി ഇവിടെ ഇട്ട് കുത്തി തിരിക്കണം. ടാസ്ക്. വീട്ടിലെത്തിട്ടോ. അപ്പൊ ആളിവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അടിപൊളി. എടേ ചോട്ടു ചോട്ടു. അപ്പോൾ ഈഗിളിന് ചെമ്മീൻ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇന്ന് ചെമ്മീൻ മേടിച്ചിട്ടുണ്ട്. ചെമ്മീൻ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് കുറച്ചുണ്ടാക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ട് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. നല്ല സെറ്റായി റോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിതാ മോരുകറി ഉണ്ട്, ചോറുണ്ട്, അച്ചാറുണ്ട് അല്ലേ, കോവയ്ക്കാത്തോരുണ്ട്. അങ്ങനത്തെ എല്ലാം വെച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടോ. കുറച്ചു നേരം മൂടി വെക്കണ്ടേ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസ് കുറേ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.